ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചതായി അറിയിച്ചതാണ് വലിയ വാർത്തയായി മാറിയത്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഇസ്രായേൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ് ചെയ്തത്. നെതന്യാഹുവിന്റെ പരാമർശം ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ മകൻ അവ്നർ നെതന്യാഹു അമിത് യാദവ് എന്ന യുവതിയും തമ്മിലുള്ള വിവാഹമാണ് മാറ്റിവെച്ചത്. ഇറാനുമായുള്ള സംഘർഷം കാരണം വ്യക്തമായി താൻ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടം എന്നാണ് നെതന്യാഹു ഇതിനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നാം ഒരു യുദ്ധത്തിന്റെ മധ്യത്തിലാണ്. എല്ലാവർക്കും വ്യക്തിഗത നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കുടുംബവും അതിൽപ്പെടുന്നതാണ്. എന്റെ മകൻ അവന്റെ വിവാഹം മിസൈൽ ഭീഷണി കാരണം വീണ്ടും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് അവന്റെ വധുവിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ഭാര്യയും സാറയും ഈ നിരാശയിൽ ധീരമായി നേരിട്ടിരിക്കുകയാണ്. വിവാഹം മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലവും അവ്നറിന്റെ വിവാഹം ഇത് ആദ്യമായല്ല മാറ്റിവെക്കുന്നത്. നേരത്തെ 2024 നവംബറിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന വിവാഹം ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം മൂലമുണ്ടായ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 2025 ജൂൺ 16 വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് രണ്ടാമതായി മാറ്റിവെക്കപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ബന്ദികളാക്കിയവരെ പൂർണ്ണമായും ഇതുവരെ മോചിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഒരു വിവാഹം നടത്താനുള്ള നീക്കം തന്നെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തന്റെ മകന്റെ വിവാഹം മാറ്റിവെച്ചതിനെ വ്യക്തമായ വലിയ നഷ്ടം എന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചത്. വിമർശനങ്ങൾ ഉയരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ഇസ്രായേലിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. യുദ്ധത്തിൽ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും ജീവിതവും നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സമയത്ത് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം അനുചിതവും തികച്ചും വ്യക്തി കേന്ദ്രീകൃതവുമാണെന്നാണ് പ്രധാന വിമർശനമായി ഉയരുന്നത്. എന്നാൽ ചില പ്രതികരണങ്ങളും ശ്രദ്ധേയമാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഹമാസ് ബന്ദികളാക്കിയ ഒരു യുവാവിന്റെ അമ്മ എക്സിൽ കുറിച്ച കുറിപ്പാണ് ഇതിനോടുകൂടി വൈറലാവുന്നത്. കുറിച്ചത് ഇങ്ങനെയാണ്: എന്റെ കുടുംബവും ഈ ദുരിതത്തിൽ നിന്ന് മുക്തമല്ല. 622 ദിവസമായി എൻ്റെ മകൻ ഗാസയിൽ തടവിലാണ്. ഇത് യുദ്ധത്തിന്റെ യഥാർത്ഥ ദുരന്തത്തെയും അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രാധാന്യത്തെയും പ്രധാനമന്ത്രിയുടെ പരാമർശത്തിലെ അനുചിതത്വത്തെയും എടുത്തു കാണിക്കുന്ന ഒന്നായി കാണേണ്ടിയിരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള ഗിലാദ് കരീവ് പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നെതന്യാഹു ഒരു നാസിസ്റ്റ് ആണെന്നും സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവാഹം മാറ്റിവെച്ചവരല്ല, ഒരിക്കലും വിവാഹം ആഘോഷിക്കാൻ കഴിയാത്ത കുടുംബങ്ങളാണ് യഥാർത്ഥ ദുരന്തം അനുഭവിക്കുന്നവര് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഭാര്യ സാറയെ ഒരു ഹീറോ എന്ന് വിളിച്ചതും അനുചിതമായിട്ടില്ല. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അമീർ നെതന്യാഹുവിന്റെ വാക്കുകൾ അത്ഭുതപ്പെടുത്തി എന്നാണ് പ്രതികരിച്ചത്. എല്ലാം തന്റെ വീക്ഷണകോണത്തിൽ മാത്രമാണ് അദ്ദേഹം കാണുന്നത് എന്നാണ് മറ്റൊരാൾ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലും സമാനമായ വലിയ വിമർശനങ്ങൾ ശക്തമാവുകയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ മരിക്കുമ്പോൾ, കുടുംബങ്ങൾ തകരുമ്പോൾ, വിവാഹം മാറ്റിവെക്കപ്പെടുമ്പോഴും എല്ലാം തന്നെ നഷ്ടം എന്നത് ഒരു വിളിക്ക് അപ്പുറമാണ്. അതിനെ ഒരിക്കലും ഒരു നഷ്ടം എന്ന് വിളിക്കാൻ കൂടി പറ്റില്ല. അപഹാസ്യപരമായി എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള കമന്റുകളാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയുന്നത്. ഈ വിമർശനങ്ങൾ വ്യക്തമാക്കുന്നത് യുദ്ധത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് തന്റെ നേതാവിന്റെ വാക്കുകൾ ഇത്രത്തോളം സംവേദനക്ഷമതയോടെ ആയിരിക്കണം എന്നതാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ കുറിച്ചാണ് ഇനി. നിലവിലെ സാഹചര്യം: ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത് ജൂൺ 13 ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേര് നൽകി ഇസ്രായേലിൽ ഇറാൻ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്. ഇറാൻ ശക്തമായ രീതിയിലാണ് തിരിച്ചടിച്ചത്. ഇറാന്റെ മിസൈൽ അതുപോലെ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ വലിയൊരു ഭീതി വിതച്ചിരിക്കുകയാണ്. അതുപോലത്തെയാണ് യുദ്ധത്തിൽ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ. ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളിൽ പ്രത്യേകിച്ച് സൊറോക്കോ ആശുപത്രിയിൽ അടക്കം വലിയ നാശനഷ്ടങ്ങളാണ് ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ 24 ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ 263 സാധാരണ പൗരന്മാർ ഉൾപ്പെടെ 657-ലധികം പേർ മരിച്ചിട്ടുമുണ്ട്. സംഘർഷത്തിൽ നിലവിൽ മേൽക്കൈ നേടുന്നത് ഇസ്രായേൽ തന്നെയാണെങ്കിലും ഗാസയിൽ ഹമാസ് ബന്ദി പ്രശ്നവുമായി ചേർത്ത് ഈ യുദ്ധവും രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട്. യുദ്ധം അവസാനിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും സംഘർഷം കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ നഷ്ടം എന്ന പരാമർശം ഇത്രയധികം വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. അതേസമയം മധ്യപൂർവ്വ ദേശത്ത് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്കയുടെ നീക്കങ്ങൾ യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിനെ സൈനികമായിട്ട് പിന്തുണയ്ക്കാനും അതുപോലെ തന്നെ സഹായിക്കാനുമുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ചതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ അമേരിക്കൻ സൈന്യം സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഇറാനുമേലുള്ള അവകാശം പൂർണ്ണ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തതായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദമാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഉൾപ്പെട്ടാൽ അത് വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നാണ് ഭയക്കുന്നത്. മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുണ്ട് ഈ ഒരു ഭയം. ഇറാൻ നിരപരാധികം കീഴടങ്ങണമെന്ന സാമൂഹ്യ മാധ്യമത്തിലെ ട്രംപിന്റെ ആഹ്വാനവും സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്.